രാജ്യത്തെ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പളം നിശ്ചയിക്കുന്നത് ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ശുപാർശകൾ അനുസരിച്ചാണ്. എന്നാൽ അടിസ്ഥാന ശമ്പളത്തിന്റെ വൻ കുതിപ്പിന് ഫാമിലി യൂണിറ്റ് നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഫാമിലി യൂണിറ്റ് 5 ഉയർത്തുകയും ഫിറ്റ്മെന്റ് ഫാക്ടർ 2.66 കണക്കാക്കിയാൽ അടിസ്ഥാന ശമ്പളം 18,000 രൂപയിൽ നിന്ന് 48,000 രൂപയായി ഉയർന്നേക്കും. രാജ്യത്തെ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പളം നിശ്ചയിക്കുന്നത് ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ശുപാർശകൾ അനുസരിച്ചാണ്. അതിനായുള്ള കാത്തിരിപ്പിലാണ് ജീവനക്കാരൊക്കെയും. ഓരോ 10 വർഷം കൂടുമ്പോൾ ഇത്തവണ ശമ്പളം പരിഷ്കരിക്കാറുണ്ട്. അതായത് 7ാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ നിർദ്ദേശമനുസരിച്ച് ജീവനക്കാരുടെ ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന ശമ്പളം 18,000 രൂപയായി ഉയർത്തിയിരുന്നു. ഇനി 8ാം ശമ്പള പരിഷ്കരണത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അടിസ്ഥാന ശമ്പളത്തിന്റെ വൻകുതിപ്പിന് ഫാമിലി യൂണിറ്റ് നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്നാണ് വിവരം. നിലവിൽ 7ാം ശമ്പള കമ്മീഷനിൽ മിനിമം ശമ്പളം നിശ്ചയിക്കാൻ 3 ഫാമിലി യൂണിറ്റുകൾ എന്ന അടിസ്ഥാനമാണ് കണക്കാക്കിയിരുന്നത്. അതായത് ജീവനക്കാരൻ, പങ്കാളി, 2 കുട്ടികൾ എന്നിങ്ങനെയാണ് 3 ഫാമിലി യൂണിറ്റുകൾ. എന്നാൽ ജീവനക്കാരുടെ മാതാപിതാക്കളെയും ആശ്രിതരായി കണക്കിലെടുത്ത് ഇത് 5 ഫാമിലി യൂണിറ്റുകളാക്കി മാറ്റണമെന്ന് വിവിധ കേന്ദ്ര ജീവനക്കാരുടെ സംഘടനകൾ ആവശ്യപ്പെടുന്നുണ്ട്. ജീവനക്കാരുടെ പ്രതിമാസ ഭക്ഷണ ചെലവ്, വസ്ത്രധാരണം, വാടക, കുട്ടികളുടെ വിദ്യാഭ്യാസം, മാതാപിതാക്കളുടെ വൈദ്യസഹായം തുടങ്ങി അടിസ്ഥാന ജീവിത ചെലവുകൾ വിലക്കയറ്റത്തിന് അനുസൃതമായി കൂടുമ്പോൾ 5 യൂണിറ്റുകൾ ആധാരമാക്കിയുള്ള കണക്കുകൂട്ടൽ അത്യന്താപേക്ഷിതമാണെന്നാണ് ജീവനക്കാരുടെ വാദം. ഫാമിലി യൂണിറ്റ് 5 ഉയർത്തുകയും ഫിറ്റ്മെന്റ് ഫാക്ടർ 2.66 കണക്കാക്കിയാൽ അടിസ്ഥാന ശമ്പളം 18,000 രൂപയിൽ നിന്ന് 48,000 രൂപയായി ഉയർന്നേക്കും. ജീവനക്കാരുടെ സംഘടനകളുടെ ആവശ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സാങ്കല്പിക കണക്കുകൂട്ടൽ മാത്രമാണിത്. സർക്കാർ ഇതുവരെയും ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ടില്ല. 7ാം ശമ്പള കമ്മീഷനിൽ 2.57 എന്ന ഫിറ്റ്മെന്റ് ഫാക്ടറാണ് ഉപയോഗിച്ചത്. എന്നാൽ 8ാം ശമ്പള കമ്മീഷനിൽ ഇത് 2.86 മുതൽ 3.68 വരെ ഉയർത്തണമെന്ന് യൂണിയനുകൾ ആവശ്യപ്പെടുന്നുണ്ട്. ഫിറ്റ്മെന്റ് ഫാക്ടർ വർദ്ധിക്കുന്നതോടെ അടിസ്ഥാന ശമ്പളത്തോടൊപ്പം ക്ഷാമബത്ത, HRA തുടങ്ങിയ മറ്റ് ആനുകൂല്യങ്ങളും ആനുപാതികമായ വർധനവ് ഉണ്ടായേക്കും. എന്തായാലും അതിനുള്ള കാത്തിരിപ്പിലാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാർ. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.